ഹലോ ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തായിരുന്നു. എന്നാൽ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൈൻഡ്ഫുള്ളായിട്ട് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സ്വയംഭോഗം ചെയ്യാനുള്ള ഗ്രേറ്റ് ടെക്നിക്സുമായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിട്ട് സ്വയംഭോഗം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ്, നിങ്ങളുടെ മനസ്സിനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ സ്വയംഭോഗത്തെ ഒരു പാവമായിട്ടോ അല്ലെങ്കിൽ ഒരു മോശം പരിപാടിയായിട്ടോ കാണേണ്ട ആവശ്യമില്ല. ശുക്ലം എപ്പോഴും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ പുറത്തു പോകേണ്ടവരാണ്. അവരെങ്ങനെയാണെങ്കിലും പുറത്തു പോകും. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിലെങ്കിലും അത് പുറത്തു പോകും. ഹെൽത്തി ആയിട്ട് അതിനെ പുറത്തേക്ക് അയക്കാൻ പറ്റുമെങ്കിൽ എന്ത് തെറ്റുള്ളൂ. ഇതിനൊരു മൈൻഡ്ഫുൾ പ്രാക്ടീസ് ആയിട്ട് കാണാനാണ് സയൻസ് പറയുന്നത്. സെൽഫ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടും സെൽഫ് അക്സെപ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും സെൽഫ് ലവ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. ഇവിടെ നിങ്ങൾക്ക് ജെൻഡർ ബൗണ്ടറീസ് ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സെൻഷ്വാലിറ്റി വിത്ത് ഇൻറ്റൻഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് മാത്രമായിരിക്കും. നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, സ്വയംഭോഗം ചെയ്യുമ്പോൾ എന്തെങ്കിലും ലൂബോ അല്ലെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള മാൻഷുവറിൻ്റെ മസാജ് ഓയിലാണ് കേട്ടോ. നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. നിങ്ങൾ കുരുത്തക്കേട് കൊണ്ട് പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനോ ഒക്കെ കൊണ്ട് ലിംഗം ചുരുങ്ങിപ്പോയിട്ടുള്ളവർക്കാണെങ്കിൽ അത് നല്ല രീതിയിൽ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും അതുപോലെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാനും സഹായിക്കും. അതുപോലെ നിങ്ങളുടെ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നല്ല രീതിയിൽ തന്നെ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് 100% നാച്ചുറലാണ്. ഇതിലൊരുപാട് ആയുർവേദ ഓയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഷിഗോപാൽ ഓയിൽ, ക്ലോവ് ഓയിൽ, ജയ്പാൽ, കേസർ, ശീലജിത്ത്, അശ്വഗന്ധ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ മസാജ് ഓയിലാണ് കേട്ടോ. 2 നേരം ഉപയോഗിക്കുക. 2 തൊട്ട് 3 മാസം ഉപയോഗിക്കുന്നതിലൂടെ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു 10 ഡ്രോപ്സ് എടുത്തിട്ട് നിങ്ങളത് യൂസ് ചെയ്താൽ മതിയാവും. GMB ISO സർട്ടിഫൈഡ് ഒക്കെയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ മാൻഷുവർ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ടെക്നിക്സ് ആണ് നിങ്ങളുടെ സ്വയംഭോഗം അടിപൊളിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് ഡേർട്ടി ആയിട്ട് സ്വയം അങ്ങ് സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളോട് എന്ത് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓണാവുക, അതേപോലെ നിങ്ങൾക്ക് കുറച്ച് ഡേർട്ടി ആയിട്ട് സംസാരിക്കും. ഇത് നിങ്ങളെ പെട്ടെന്ന് ഓണാക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ സ്വന്തം വോയിസിൽ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇന്നർ ഡയലോഗിൽ ഇമ്പ്രസ്ഡ് ആവാനും പറ്റും. അതുപോലെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അത് വിട്ടേക്കുക. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ടും അതും വിട്ടേക്കുക. പ്രസൻറ്റ് മൂമെൻറ്റിൽ അത് ചെയ്യുന്ന എന്താണോ അതിലങ്ങ് ലയിച്ച് ചെയ്തേക്കുക. എങ്കിലേ യഥാർത്ഥമായിട്ടുള്ള ഒരു സുഖം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് ലവ് സ്ട്രെങ്തൻ ചെയ്യുന്നതായിരിക്കും. പിന്നീട് നിങ്ങളുടെ ഓരോ ബോഡി പാർട്ടിൻ്റെയും സെൻസേഷൻ നന്നായിട്ട് അറിയുക. ടച്ച് ചെയ്തു സ്ട്രോക്ക് ചെയ്തും എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തെ ഏതൊക്കെ ഭാഗങ്ങളിൽ സെൻസേഷൻ അനുഭവിക്കും അതിലെല്ലാം തൊട്ട് അതിനെ നന്നായിട്ട് അറിയുക. ഇപ്പോൾ മുലക്കണ്ണിലാണെങ്കിലോ അല്ലെങ്കിൽ തുടയിലാണെങ്കിലോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്ത് ടൈം എടുത്ത് ചെയ്യുക. അതുപോലെ സ്വയം ചെയ്യുന്നതാണല്ലോ ഇങ്ങനെയൊക്കെ മതി എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പല തരത്തിലുള്ള പൊസിഷൻസ് യൂസ് ചെയ്യുക. ചെരിഞ്ഞിട്ടോ മറിഞ്ഞിട്ടോ ചെരിഞ്ഞിട്ടോ എന്താണെങ്കിലും നിങ്ങളെന്താ ഇഷ്ടമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ കൗബോയി ആയിട്ടൊക്കെയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റഫായിട്ടോ ഭയങ്കര റഫായിട്ടൊക്കെ ചെയ്യാതിരിക്കുക. കൂടുതൽ പ്രഷർ ലിംഗത്തിൽ കൊടുത്ത് അങ്ങനെ ഭയങ്കര റഫായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ലൈംഗികതയിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രഷർ അവിടെ കിട്ടാണ്ട് വരികയും നിങ്ങൾക്ക് ശരിയായ രീതിയിലൊരു രതിമൂർച്ചയിലെത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇങ്ങനെ കമന്ന് കിടന്നിട്ടൊക്കെ നമ്മുടെ ശരീരത്തിന് ഭാരം മൊത്തം കൊടുത്തിട്ട് സ്വയംഭോഗം ചെയ്യുന്നതൊക്കെ തെറ്റായ രീതിയാണ് കേട്ടോ. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ മൂഡൊന്ന് സെറ്റാക്കണം. നിങ്ങളതായ പ്രൈവസി കിട്ടുന്ന നിങ്ങളുടെ റൂമിൽ നിങ്ങൾ തനിയെ വളരെ ഇപ്പോൾ നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അഡിക്റ്റ് ആവാതെ കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കൊരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വീഡിയോസൊക്കെ കാണാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വളരെ സമയം എടുത്തിട്ട് വേണം. അയ്യോ ആരെയും കാണുമോ എനിക്ക് വേഗം പണി തീർക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ ശീഘ്രസ്ഖലനത്തിലേക്കൊക്കെ നിങ്ങളൊക്കെ ചെന്നെത്തിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയും ചെയ്തു. അതുപോലെ ലിംഗം തൊടുന്നത് പല സ്പീഡിൽ പല ഋതത്തിൽ അതുപോലെ നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വളരെ പിന്നെ ഒന്ന് തുടങ്ങി അങ്ങനെ വളരെ ആസ്വദിച്ച് കുറേ നേരത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ ലിംഗത്തിലുണ്ടാക്കുന്ന മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗണോ അപ്പോൾ സൈഡിലോ അല്ലെങ്കിൽ സർക്കുലറായിട്ടോ പലതരത്തിൽ മൂവ് ചെയ്തിട്ട് പലതരത്തിൽ ഒരേ പതി കേട്ടോ
ഇതൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. കൂടുതൽ നേരത്തേക്കൊക്കെ നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകൾ പലതും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എപ്പോഴും ചെയ്യുന്ന ഹിപ്പ് മൂവ്മെൻ്റ് ഒന്നും വേണ്ട, കുറച്ച് വെറൈറ്റി ആയിട്ട് ഒക്കെ നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ, ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര അഡിക്റ്റായി നിങ്ങളുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇതിൽ തന്നെ സുഖം കണ്ടെത്തി അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. നമ്മൾ എന്ത് കാര്യം നമ്മൾ അധികമായിട്ട് ചെയ്യുന്നത് അത് മോശത്തിലേക്ക് എത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ വീക്കിലി 3 to 4 ഒക്കെ ഹെൽത്തി ആണെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങളുടെ സെൽഫ് ലവിന് വേണ്ടി നിങ്ങളൊരു സമയം മാറ്റി വെക്കുക. ആ സെൽഫ് ലവ് നല്ല എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെയധികം മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റിയിട്ടുള്ളൊരു സമയമായിട്ട് അതിനെ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂബ് ഉപയോഗിക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഓയിലോ ലൂബോ ഉപയോഗിക്കുന്ന ഫ്രിക്ഷനൊക്കെ തടയാനും നന്നായിട്ട് സെൻസേഷനൊക്കെ കൂട്ടാനും സഹായിക്കും. അത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ലൂബ് വരുന്നുണ്ട് കേട്ടോ, ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് വാട്ടർ ബേസ്ഡ് ലൂബ് ഇറക്കുന്നുണ്ട്, ഞാൻ ആ സമയത്ത് പറയാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാതിരിക്കുക, വളരെ ടൈം എടുത്ത് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു സ്ഖലനം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിക്ടറിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടാവാതിരിക്കുക. നിങ്ങൾ തന്നെ അറിയുന്ന വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒന്നായിട്ട് ഇതിനെ കാണുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിട്ട് മനസ്സിനും സംതൃപ്തവും ശരീരത്തിനും സംതൃപ്തിയാവും. ഓക്കെ, എല്ലാവർക്കും പാർട്ട്ണറൊന്നും ഉണ്ടെന്ന് വരത്തില്ലല്ലോ, അപ്പോൾ ഇത് ആസ്വദിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ ഞാനെന്തോ കുറ്റം ചെയ്തു എന്നിങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ട്. വൃത്തിയാണ്. സയൻസ് പറയുന്നത് ചെയ്യുന്നത് നല്ലതാണെന്ന് തന്നെയാണ്. കാരണം പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പുറത്ത് പോകേണ്ടവരാണ് ഈ ശുക്ലം. അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു വിടുന്നതിന് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഈ പറഞ്ഞ എല്ലാത്തിനും മക്കളാക്കി നമുക്ക് പോറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.